ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഓവനൊന്നും ഉപയോഗിക്കാതെ കുക്കറിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കുക്കറോ അല്ലെങ്കിൽ സോസ് പാനോ ഒക്കെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ കൂടുതൽ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഡെക്കറേഷൻസ് ഒന്നും ചെയ്ത് ശീലമില്ലാത്തവർക്കും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ചേർക്കാൻ വിട്ടുപോയതാണ്, പിന്നെ ചേർത്ത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡർ ചേർക്കുമ്പോഴാണ് റെഡ് വെൽവെറ്റ് കേക്കിന് നല്ലൊരു റെഡ് കളർ കിട്ടുന്നത്. പിന്നെ കൊക്കോ പൗഡറിൻ്റെ അളവ് കൂടി പോവുകയും ചെയ്യരുത്, 1 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം, അല്ലെങ്കിൽ 3 പ്രാവശ്യം തരിച്ചെടുത്താലും മതി. ഇനി 2 ബൗൾ എടുത്ത് അതിലേക്ക് 4 മുട്ട, അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 4 മുട്ടയുടെയും എഗ് വൈറ്റും എഗ് യോക്കും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ എഗ് വൈറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ല ക്രീം രൂപത്തിൽ നല്ല വൈറ്റ് കളറായിട്ട് വരും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കുറേശ്ശെയായി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നോർമൽ പഞ്ചസാരയാണ്, പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ്. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രീം രൂപത്തിൽ ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. അത്രയും നേരം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ് യോക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ എഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ്സിൽ 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ജെൽ ഫുഡ് കളറും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ഡാർക്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ റെഡ് ജെൽ ഫുഡ് കളർ തന്നെ ചേർക്കുക വേണം. പിന്നെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണൊക്കെ എടുത്താലും മതി. നല്ല ഡാർക്ക് കളർ കിട്ടൂല എന്നേ ഉള്ളൂ, ഒരു പിങ്കിഷ് കളറായിരിക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുറത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ജെൽ കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ 1-2 ടേബിൾ സ്പൂൺ വീതം റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററും കൂടെ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ വെച്ചിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സാക്കി എടുക്കരുത്, അങ്ങനെയാകുമ്പോൾ പൊങ്ങി വന്നിട്ടുള്ള മുട്ടയൊക്കെ താഴ്ന്നു പോവും. അപ്പോൾ കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല, പൊങ്ങി കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ഒരു കാര്യം വിട്ടുപോയതാണ്, എടുക്കുന്ന മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ബൗൾ തന്നെ ആയിരിക്കണം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, അതൊന്നും മറന്നു പോകരുത്. അങ്ങനെ ആകുമ്പോഴേ ബാറ്റർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇതുപോലെ മിക്സ് ആക്കിയിട്ട് അവസാനം ആകുമ്പോഴത്തേക്കൊക്കെ ബാറ്റർ നല്ലൊരു കളറായി കിട്ടും, നല്ല റെഡ് കളറായിട്ട് കിട്ടും. അപ്പോൾ എല്ലാം മിക്സാക്കി കഴിഞ്ഞാൽ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ നമ്മുടെ അപ്പക്കാരം എടുത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി പതപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഉടനെ തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയും ചെയ്യണം. നല്ലൊരു വെൽവെറ്റി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് താഴ്ഭാഗം ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ഓയിലാക്കി കൊടുക്കരുത്, അങ്ങനെയാകുമ്പോൾ താഴ്ഭാഗവും സൈഡൊക്കെ ഒരു ക്രിസ്പി ആയിട്ട് നിൽക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെ ബേക്കിംഗ് സോഡയുടെ മിക്സ് ഒഴിച്ച ഉടനെ തന്നെ ഈ ഒരു ബാറ്റർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് വേവിച്ചെടുക്കാം. താഴ്ഭാഗത്ത് എന്തെങ്കിലും ഒരു അലൂമിനിയത്തിൻ്റെ പാത്രം വെച്ച് കൊടുക്കാനും മറക്കരുത്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുക്കറിൻ്റെ വിസിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. അപ്പോൾ ഒരു 35 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലും വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വിസിൽ വെക്കുന്ന ആ ഒരു ഭാഗത്തിലൂടെ പുറത്തേക്ക് ചെറുതായിട്ട് ആവി വരുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് വെന്തിട്ടുണ്ട് എന്ന് അർത്ഥം.
ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുകയും ചെയ്യരുത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കറിൽ നിന്ന് മാറ്റാം. ഒന്ന് ചൂടാറിയതിന് ശേഷം കുക്കറിൽ നിന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ലെയറായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 or 3 ലെയറായിട്ട് മുറിച്ചെടുക്കാം. പിന്നെ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്തു നിന്ന് ചെറിയൊരു ലെയർ, കനം കുറഞ്ഞിട്ട് ചെറിയൊരു ലെയറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ ക്രീമിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം, നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി അതിൽ മുകളിൽ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഞാൻ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ സൗകര്യമാണ്. പിന്നെ ഈ ഒരു ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. മുമ്പ് കേക്കിൻ്റെ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്നൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുമെന്ന് വെച്ചിട്ടാണ് ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ലാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാത്തതുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിന് മുകളിൽ സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. അതിന് മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് സൈഡ് ഭാഗത്തും ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് ക്ലീനാക്കി എടുത്താൽ ക്രം കോട്ടിങ് കഴിഞ്ഞു. എന്നിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് സമയം, ഒരു ചുരുങ്ങിയതൊരു 1/4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ടൈം എടുത്തിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിക്ക് തന്നെ കേക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു കേക്കിൽ കേക്ക് ക്രംസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാത് കാരണം ഭയങ്കര നല്ല ഷാർപ്പ് എഡ്ജായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ കേക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് അതിൽ കുറച്ച് ക്രീം നിറച്ച് കൊടുക്കണം. അപ്പോൾ ക്രീം പൈപ്പിംഗ് ബാഗിൽ നിറക്കുന്ന സമയത്ത് ഇതുപോലെ നീളമുള്ള ഒരു ഗ്ലാസ്സിൽ ഇറക്കി വെച്ചിട്ട് നിറച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നിറക്കാൻ പറ്റും. ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ക്രീം അതിൻ്റെ എൻഡ് ഭാഗത്ത് ചെറിയൊരു കട്ട് കൊടുത്തിട്ട് ഇതുപോലെ കേക്കിൻ്റെ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങുള്ള ആൾക്കാർക്കൊക്കെ കറക്റ്റ് നല്ല ലെവലിൽ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മുകളിലും കൂടെ ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുകളിൽ ഈ ഒരു സമയത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. കുറച്ചും കൂടെ ഒരു കട്ടി ഉണ്ടാവുന്നേ ഉള്ളൂ. സൈഡിൽ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇനി മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ലെവൽ ചെയ്തെടുക്കാം. കുറച്ച് ടൈം എടുത്തിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഷാർപ്പ് എഡ്ജായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിക്കുള്ള കേക്ക് തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാം. അപ്പോൾ കേക്ക് ലെവൽ ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മുകൾ ഭാഗത്ത് കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ തിന്നായിട്ടൊരു ലെയർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ലെയർ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കേക്ക് ക്രംസ് ഒരു അരിപ്പയിൽ ഇട്ടിട്ട് കേക്കിൻ്റെ മുകളിൽ അരിപ്പ വെച്ചിട്ട് അതിലൂടെ ഈ ഒരു കേക്ക് ക്രംസിൻ്റെ തരികൾ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നല്ലൊരു വെൽവെറ്റി ഫീൽ കേക്കിന് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള കേക്കിൻ്റെ വലിയ തരികൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ കേക്കിൻ്റെ സൈഡ് ഭാഗത്തും ആക്കി കൊടുക്കാം. അങ്ങനെ കേക്കിൻ്റെ എല്ലാ സൈഡും കവർ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഡെക്കറേഷൻസ് ചെയ്തെടുക്കാം. ഇതുപോലെ റെഡ് വെൽവെറ്റ് കേക്കിനൊന്നും കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ബോർഡറും മുകളിൽ 3 ചെറിയൊരു ഫ്ലവറും അതിന് മുകളിൽ 3 ചെറിയും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് നമുക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.